so criminal. Bruises on both my knees for you. Don't say thank you or please. I do what I want when I'm wanting to. So cynical. I'm the bad guy. What's welcome back? My name is SHAB watching SHAB-VLOGS. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് zebronics zebduke. Duke അല്ല, ഈ ഡ്യൂക്ക് zebronics zebduke. So, ഈ ഹെഡ്സെറ്റിൻ്റെ റിവ്യൂ വീഡിയോയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. So, let's get started. So, first of all നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് തുടങ്ങാം. അൺബോക്സിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അതിൽ വലിയ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല, കാരണം ഇതിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അപ്പം തന്നെ ഞാൻ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിരുന്നു. സോ നമുക്കിതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഓക്സ് കേബിൾ വരുന്നുണ്ട്, പിന്നെ നമുക്കൊരു മൈക്രോ USB കേബിളാണ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമ്മളെ ഹെഡ്സെറ്റ് തന്നെയാണ്. ഹെഡ്സെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ലുക്കും കാര്യങ്ങളായിട്ടാണ് ഹെഡ്സെറ്റ് വരുന്നത്. RGB ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നൊരു യൂസർ മാനുവലാണ്, പക്ഷേ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് 2 യൂസർ മാനുവൽ കിട്ടിയിട്ടുണ്ട്. ഇരിക്കട്ടെ. സോ ഇനി നമ്മുടെ ഹെഡ്സെറ്റിലോട്ട് വരാം. സോ ഹെഡ്സെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ 2 ഹിയർ കപ്സും വരുന്നത് ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ നമ്മുടെ അപ്പർ പോർഷൻ നമ്മുടെ ഹെഡ് റെസ്റ്റ് വരുന്ന ഒരു മെറ്റൽ ബിൽഡാണ്. പിന്നെ നമ്മളിതിൻ്റെ കുഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കുഷൻസാണ്. നമ്മൾ ഇടുമ്പോൾ നല്ല ഫിറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി കുഷൻസ് തന്നെയാണ്. പെട്ടെന്ന് ഇളകി പോയിട്ടൊന്നും പേടിക്കണ്ട. ഞാൻ കുറേ യൂസ് ചെയ്തു, ഇപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സോ ഇതൊരു ഓവർ ഇയർ ഹെഡ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇയർ കപ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലുതായിരിക്കും. അപ്പോൾ നമ്മൾ ചെവിയിലിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകൊന്നുമില്ല, നല്ല ഫിറ്റായിട്ട് നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ എക്സ്റ്റൻഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാം. എല്ലാവർക്കും സൂട്ടാകും എന്ന് തോന്നുന്നു, കാരണം ഇത്രയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമ്മളിതിൻ്റെ ഡിസൈൻ വൈസ് വരികയാണെങ്കിൽ ഈ ഹെഡ്സെറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 210 ഗ്രാമാണ്. സോ നമുക്കിപ്പോൾ ഹെഡിലൊക്കെ ഇടുമ്പോൾ അധികം വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യില്ല, നല്ല ഫിറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളെ തലയിൽ നിന്ന് ഇളകി പോരുക അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, നല്ല കംഫർട്ട് തന്നെയാണ്. സോ ഈ ഹെഡ്സെറ്റിൻ്റെ ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ RGB ലൈറ്റ്സ്. ഇതിൽ RGB ലൈറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിത് കസ്റ്റമൈസബിൾ അല്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് ഇടാൻ പറ്റില്ല, ബട്ട് നമുക്ക് ഒന്നെങ്കിൽ ഓൺ ആക്കാം അല്ലെങ്കിൽ ഓഫാക്കി ഇടാം. അത് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത്യാവശ്യം കുറേ ലൈറ്റ്സൊക്കെ ഇതിലുണ്ട്. നമുക്ക് കാണാൻ ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. സോ പിന്നെ നമ്മളിതിൻ്റെ ഹെഡ്സെറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ ബട്ടൺസും ഓക്സ് കേബിളും മൈക്രോ USB പോർട്ടൊക്കെ അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ബട്ടൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു പവർ ബട്ടൺ, പിന്നെ വോളിയം അപ്പ് ബട്ടൺ, പിന്നെ ഡൗൺ ബട്ടൺ, പിന്നെ ഒരു ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട്, പിന്നെ നമുക്ക് മൈക്രോ USB പോർട്ട് ചാർജ് ചെയ്യാനുള്ള പോർട്ട്, പിന്നെ നമുക്കിതിൽ മൈക്ക് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു LED ഇൻഡിക്കേറ്ററാണ് വരുന്നത്. സോ ബട്ടൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മളെ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ അങ്ങനെ ഒരു വോയിസ് കമാൻഡ് കേൾക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഹെഡ്സെറ്റ് ഓൺ ആയിന്ന്. പിന്നെ നമുക്കിവിടെ വോളിയം അപ്പ് ബട്ടൺ, വോളിയം കൂട്ടാനും കുറക്കാനുള്ള 2 ബട്ടൺസ് ഉണ്ട്. അതിൽ തന്നെയാണ് നമുക്ക് ഈ പാട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഇതൊക്കെ വരുന്നത്. ഇതൊന്ന് ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് അടുത്ത ട്രാക്കിലോട്ട് പോകും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്കിപ്പോൾ വോളിയം മൈനസ് ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് അടുത്ത ട്രാക്കിലോട്ട് പോകും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലിസ്റ്റിലുള്ള നെക്സ്റ്റ് സോങ്ങിലോട്ട് സ്വിച്ച് ആവും. ആ 2 കൺട്രോൾ നമ്മളെ വോയിസ് ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹെഡ്സെറ്റ് ഓഫ് ആക്കണമെങ്കിൽ ഈ പവർ ബട്ടൺ ഒന്നുകൂടെ ലോങ് പ്രസ് ചെയ്താൽ മതി. നമ്മൾ സാധാരണ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ്. സോ പിന്നെ നമുക്ക് LED ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനുള്ള കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വോളിയം അപ്പ് ബട്ടനും ഡൗൺ ബട്ടനും അറ്റ് എ ടൈം പ്രസ് ചെയ്താൽ നമ്മളെ LED ഓഫ് ആവും. പിന്നെ നമുക്ക് തിരിച്ച് ഓൺ ആക്കണമെങ്കിൽ അതേപോലെ തന്നെ വോളിയം ഡൗൺ ബട്ടനും അപ്പ് ബട്ടനും ഒരുമിച്ച് ക്ലിക്ക് ചെയ്താൽ അത് പിന്നെയും ഓൺ ആവും. സോ അതാണ് ഇതിൻ്റെ ഒരു LED കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഓൺ ആക്കാം അല്ലെങ്കിൽ ഓഫ് ആക്കാം. സോ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. ഇപ്പോൾ നിങ്ങൾക്ക് LED ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓഫാക്കി ഇടാം. ഇപ്പോൾ നമുക്ക് ചാർജൊക്കെ കുറവുള്ള സമയത്ത് LED ഓഫാക്കി ഇടുന്നത് നല്ലതാണ്, കുറച്ചും കൂടെ ബാക്കപ്പ് കിട്ടും. സോ ഇനി നമ്മൾ ഇതിൻ്റെ കണക്ടിവിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണക്ടിവിറ്റി നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഓക്സ് കേബിൾ വഴി നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. സോ ഓക്സ് കേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ബോക്സിൽ തന്നെ നമുക്കൊരു ഓക്സ് കേബിൾ വരെ തരുന്നുണ്ട്. അത് അത്ര ക്വാളിറ്റി ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെയാണ്, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഓക്സ് കേബിളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബ്ലൂടൂത്തും ഓക്സ് കേബിളും വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓക്സ് കേബിൾ വെച്ചാണ് ഒരു മ്യൂസിക് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ അത്രയും ക്വാളിറ്റി നമുക്ക് ഈ ഓക്സ് കേബിളിൽ കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല.
അപ്പോൾ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് മാരക ബേസാണ്. നമ്മളിപ്പോൾ ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ്സെറ്റിൻ്റെ ബേസ് പറഞ്ഞാൽ അജാതി ബേസാണ്. പക്ഷേ നമ്മൾ ഓക്സ് കേബിൾ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ആ ഒരു ബേസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. സോ നമ്മൾ ഇനി ബ്ലൂടൂത്ത് കണക്ടിവിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ലേറ്റൻസിന്ന് തുടങ്ങാം. ലേറ്റൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലേറ്റൻസി തന്നെയുണ്ട്. നമുക്കിത് വെച്ച് ഗെയിമൊക്കെ കളിക്കാം. സോ അപ്പോൾ നമ്മൾ PUBG ഒക്കെ കളിക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം ലേറ്റൻസി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത് യൂസ് ചെയ്ത് കുറേ PUBG ഒക്കെ കളിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലേറ്റൻസി ഒരു പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓക്സ് കേബിൾ വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു വിധത്തിലുള്ള ലേറ്റൻസിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യണം, ഇറ്റ്സ് ഓക്കെ. ഒരു ചെറിയ രീതിയിൽ ലാഗ് ഉണ്ടാവും, അത് സാധാരണ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവിടെ അത്ര ഓവറായിട്ട് ലേറ്റൻസി ഇല്ല, ചെറിയ രീതിയിൽ 0.5 സെക്കൻഡ്സ് ആണ് ഇവർ പറയുന്നത്. അത്രയും ലേറ്റൻസി തന്നെയാണ് കിട്ടുന്നത് തോന്നുന്നു. വലിയ രീതിയിൽ നമുക്ക് നോട്ടീസ് ചെയ്യാനും പറ്റില്ല ഈ ലേറ്റൻസി. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ലാഗ് ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓക്സ് കേബിൾ ഉണ്ട്, ഓക്സ് കേബിൾ യൂസ് ചെയ്ത് കളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ലാഗോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഓക്സ് കേബിളിൽ മ്യൂസിക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ അത്രയും ക്വാളിറ്റി കിട്ടുന്നില്ല. സോ നമ്മൾ കണക്ടിവിറ്റീൻ്റെ കാര്യമാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഇതിൽ നമുക്ക് അറ്റ് എ ടൈം 2 ഡിവൈസിന് കണക്ട് ചെയ്യാം. അത് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നി. ഇപ്പോൾ നമുക്ക് PC ഉണ്ട്, നമ്മളെ ഫോണും ഉണ്ട്, നമുക്ക് രണ്ടും നമുക്ക് കണക്ട് ചെയ്യാം അറ്റ് എ ടൈം. അപ്പോൾ നമുക്ക് 2 ഫോൺ ഉണ്ട്, ആ 2 ഫോൺ നിങ്ങൾക്ക് അറ്റ് എ ടൈം ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാം. അടുത്തായിട്ട് നമ്മളിതിൻ്റെ മൈക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബാഡസ്റ്റ് മൈക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാരണം ഇതിൽ മൈക്ക് കൊടുക്കേണ്ടിയില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇതിൽ മൈക്ക് നമുക്ക് കോളിംഗ് പർപ്പസിന് മാത്രമേ എനേബിൾ ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ PUBG കളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിലോ ഒന്നും ഇതിൻ്റെ മൈക്ക് വർക്കാവില്ല. അതിന് നിങ്ങൾ വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്താൽ ചിലപ്പോൾ വർക്കാവും. പക്ഷേ നമുക്ക് ഇതിനായിട്ട് നമുക്ക് കോളിങ്ങിന് മാത്രമേ ഇതിൻ്റെ മൈക്ക് വർക്കാവുള്ളൂ. അത് ഫസ്റ്റ് കേസ്. ഇപ്പോൾ നിങ്ങൾ കോളിങ്ങിൽ വർക്ക് ചെയ്താലും അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇല്ലില്ല കേൾക്കുന്നില്ല. ഹലോ ഉറച്ചു പറ, കേൾക്കുന്നില്ല. ഹലോ കേൾക്കുന്നില്ല. സോ ഇതാണ് ഇതിൻ്റെ മൈക്കിൻ്റെ അവസ്ഥ. വലിയ ക്വാളിറ്റി കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ പറയുന്നവർക്ക് ശരിക്കും കേൾക്കുക പോലും ഇല്ല. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മൈക്ക് കോളിങ്ങിനും പർപ്പസിന് മാത്രമാണെങ്കിലും നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇതിൻ്റെ മൈക്ക് നിങ്ങൾക്ക് PUBG കളിക്കാനും നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അത് പറഞ്ഞാൽ തീരെ ക്വാളിറ്റി ഇല്ല. നമ്മൾ പറയുന്ന ഒരു റോബോട്ട് വോയിസ് മാതിരിക്കാരം കേൾക്കുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് PUBG കളിക്കുമ്പോഴോ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴോ നമ്മൾ ഇതിൻ്റെ മൈക്ക് വർക്കാവില്ല. അതിന് പകരമായിട്ട് നമ്മളെ ഫോണിൻ്റെ മൈക്കാവും വർക്കാവുക. അത് നമ്മളെ ഹെഡ്സെറ്റിനെക്കാട്ടിയും കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. സോ നമുക്ക് PUBG കളിക്കുമ്പോഴോ അങ്ങനെ സീനൊന്നുമില്ല. നമ്മൾ വോയിസ് ടീംമേറ്റിന് ശരിക്കും കേൾക്കുന്നുണ്ട് നമ്മളെ ഫോണിൻ്റെ മൈക്കിലൂടെ. നമ്മളെ ഫോണിൻ്റെ മൈക്ക് ബെറ്റർ ആണെങ്കിൽ നിങ്ങളെ ടീംമേറ്റ്സിന് കേൾക്കുന്ന വോയിസും ബെറ്റർ ആയിട്ട് കിട്ടും. സോ ഈ ഹെഡ്സെറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതൊരു ഓവർ ഇയർ ഹെഡ്സെറ്റ് ആയതുകൊണ്ട് തന്നെ 40 mm ഡ്രൈവറാണ് കൊടുത്തിട്ടുള്ളത്. സൗണ്ട് ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ സൗണ്ട് ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ബേസിൻ്റെ കാര്യം പറയുന്നത് മാരക ബേസാണ്. നിങ്ങളിതൊന്ന് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇജാതി ബേസാണ്. അത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ക്വാളിറ്റി ബേസ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഓക്സ് കേബിൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത്ര ഒരു ടൈപ്പ് ബേസ് കിട്ടുന്നില്ല. നമ്മളെ ബേസിൻ്റെ നേരെ ഹാഫായിട്ട് ആ ബേസിൻ്റെ ഒരു പവർ പറയും. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഓക്സ് കേബിൾ അധികം ക്വാളിറ്റി കാര്യങ്ങളൊന്നും നമുക്ക് തരുന്നില്ല. പക്ഷേ ബ്ലൂടൂത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മ്യൂസിക് ക്വാളിറ്റി ആയാലും എന്തൊരു കാര്യമായാലും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് മാരക സൗണ്ട് ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് ബേസ് ഞാൻ എടുത്ത് പറയുന്നത് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം. അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, എന്നാലും ഞാനൊന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം. സോ നമ്മൾ സൗണ്ട് ക്വാളിറ്റി കേട്ടില്ല, അതാണ് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയില്ല. ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്താൽ ആ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മളിതിൻ്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് വേ ബെറ്ററാണ്. കാരണം ഒരു 1200 രൂപയ്ക്ക് ഇത്രയും നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടുകയെന്ന് പറയുന്നത് ഇറ്റ്സ് വേ ബെറ്റർ. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. സോ അടുത്തായിട്ട് ഇതിൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ നമ്മളിപ്പോൾ നോർമലായിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് കേൾക്കാം. ബട്ട് നമ്മൾ മ്യൂസിക്കോ വീഡിയോയോ അങ്ങനെ എന്തെങ്കിലും പ്ലേ ചെയ്താൽ നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല. ലൈക്ക് ദിസ്.
സാർ ഫോൺ സാർ ഫോൺ എന്താണ് സാർ ഫോൺ ബെല്ലടിച്ചു. എന്താ പൊട്ട കളിക്കാ? ഇയാളുടെ ചെവി പോയെന്നാ തോന്നണേ. ഹലോ ടെസ്റ്റിംഗ്, ചെവി ടെസ്റ്റിംഗ്. എന്തായിരുന്നു ഇയാളുടെ ഒരു ചെവി? ഡോ ഡോ പൊട്ടാ, ഡോ പൊട്ടാ, തന്നെ ചെവി പൊട്ടി. ഡോ ഇപ്പം ഞാൻ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഹെഡ്സെറ്റിൽ നിന്ന് പുറത്തോട്ട് വോയിസ് പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഫുൾ വോളിയത്തിലിട്ട് മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്കും അതേ മ്യൂസിക് കേൾക്കാൻ പറ്റും. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. കാരണം നിങ്ങൾ കേൾക്കുന്ന വോയിസ് നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. സോ പിന്നെ നമ്മൾ ഇതിൽ എടുത്ത് പറയേണ്ട മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് ആണ്. 30 hours ബാക്കപ്പാണ് കിട്ടുന്നത്. 30 മണിക്കൂർ ബാക്കപ്പ്. നിങ്ങൾ ഒരു 2 മണിക്കൂർ ചാർജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് 30 hours ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. കാരണം 30 മണിക്കൂറൊക്കെ ഒരു ഹെഡ്സെറ്റ് വർക്ക് ചെയ്യുക പറയുന്നത് അത് ഈ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഹ്യൂജ് തിങ് ഗൈസ്. സോ ഞാൻ ഈ ഒരു ഹെഡ്സെറ്റ് കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഞാനിപ്പോൾ ഒരു ഫുൾ ചാർജ് ചെയ്ത് എന്തായാലും ഞാനൊരു 2 days യൂസ് ചെയ്യാറുണ്ട്. സോ ഓവറോൾ നമ്മൾ ഈ ഹെഡ്സെറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി. നല്ലൊരു ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് RGB കൊടുത്തിട്ടുണ്ട്. കസ്റ്റമൈസബിൾ അല്ലെങ്കിലും നമുക്ക് ഒന്നെങ്കിൽ ഓണാക്കാം അല്ലെങ്കിൽ ഓഫ് ആക്കാം. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. സോ സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നോക്കണം. ഹെഡ്സെറ്റ് യൂസ് ചെയ്താലാ അതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമുക്കിത് ബാറ്ററി 30 hours ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഒരു 1200 രൂപയ്ക്ക് ഇത്രയും ബാക്കപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ഡീൽ. സോ ഇതാണ് നമ്മുടെ zebronics ZBDUKൻ്റെ ഒരു ഓവറോൾ റിവ്യൂ വീഡിയോ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷാബ് സൈനിങ് ഔട്ട്.